Guys, Kerala is turning old. It's not an opinion, but it's a fact. 2036 ആകുമ്പോഴേക്കും ജനസംഖ്യയുടെ 22.8% ആളുകളും എൽഡർലി സിറ്റിസൺസ് ആയിരിക്കും. എന്ന് വെച്ചാൽ 4 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ above 60 years of old ആയിരിക്കും. But Kerala's working age population is decreasing, which means fewer young people and more dependence. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കേരള ബഡ്ജറ്റിൽ സിൽവർ എക്കോണമി, എൽഡർലി വെൽഫെയർ, കെയർ എക്കോണമി എന്നിവയ്ക്കെല്ലാം പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യത്തോടെ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നതാണ്. ആൻഡ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇസ് ആക്ച്വലി ഡൂയിങ് വെരി ഗുഡ്. ദ പ്രോബ്ലം ഇസ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഇസ് ഡിക്രീസിങ്. തൊഴിലാളികളുടെ എണ്ണം കുറയും, സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാവും, പബ്ലിക് ഫിനാൻസസിൽ ബർഡൻ ഫോൾ ആവാൻ തുടങ്ങും. ഗ്രാജുവലി ദർ വിൽ ബി എ ഷിഫ്റ്റ് ഇൻ പോളിസി ഇംപറേറ്റീവ്സ്. എംപ്ലോയ്മെന്റ് ജനറേഷനും സ്കിൽ ഡെവലപ്മെന്റും ഒക്കെ പതുക്കെ കുറഞ്ഞ് കൂടുതൽ ഫോക്കസ് വിൽ ബി ടുവേർഡ്സ് എൽഡർലി വെൽഫെയർ, pensions, social securities, etc. Aging is no longer a future issue, it's a present reality for us. Kerala showed the rest of the country how development looks like, and today Kerala is showing other states how aging begins. ആരോഗ്യം, വിദ്യാഭ്യാസം, ജനസംഖ്യാ നിയന്ത്രണം, സാമൂഹ്യ സുരക്ഷ എന്നിവയിലെല്ലാം കേരളം ആദ്യമേ ഡെവലപ്പ് ആയതുകൊണ്ടാണ് ഇന്ന് ഏജിങ്ങിലും കേരളം ആദ്യം തന്നെ എത്തിയത്. ജപ്പാൻ ഉൾപ്പെടുന്ന വികസിത രാജ്യങ്ങളിൽ കടന്നുപോയ ഒരു സാധാരണ ജനസംഖ്യാ ഘട്ടമാണിത്. ഇറ്റ്സ് നോട്ട് എ റെയർ ഇഷ്യൂ. ഏജിംഗ് ഇസ് നോട്ട് എ ക്രൈസിസ് അൺലെസ് വി ആർ അൺപ്രിപ്പയർഡ് ഫോർ ഇറ്റ്. ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ.